കേരളത്തെ കാർന്നു തിന്നുന്ന മയക്കുമരുന്നുകളെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ഒരു ദിവസം പൂർണ്ണമായും നിയമസഭ ചർച്ച ചെയ്തത്. കൊടുമ്പിരി കൊണ്ട വാദപ്രതിവാദങ്ങൾക്കിടയിലാണ് സഭയുടെ നടുത്തളം സാക്ഷ്യം വഹിച്ചത്. അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പ്രകടനം നടത്തിയത് ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര MLA KT ജലീലാണ്. 5000 കോടി രൂപയുടെ മയക്കുമരുന്ന് ഡൽഹിയിൽ പിടിച്ച കേസിലെ പ്രതിയുടെ കോൺഗ്രസ് ബന്ധമാണ് സഭയിൽ ജലീൽ ചർച്ചയാക്കിയത്. അതിനായി ചില തെളിവുകളും ജലീൽ നിരത്തുന്നുണ്ട്. സഭയെ ഞെട്ടിച്ച ജലീലിന്റെ പ്രകടനം കാണാം. TP വധക്കേസിലെ പ്രതികൾക്ക് ആദ്യമായി പരോൾ അനുവദിച്ചത് ആരാണ്? അങ്ങ് ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്തല്ലേ? അങ്ങ് ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ് ആദ്യം TP വധക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചത്. അതൊരു സത്യമാണ്, വസ്തുതയാണ്. എന്നിട്ട് അത് സ്വാഭാവികമായും ഇങ്ങനെ ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക്, അവർ പ്രതികളാണെങ്കിൽ പോലും അവർക്ക് അവകാശപ്പെട്ടത് ഏത് സർക്കാർ വന്നാലാണ് അങ്ങ് അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്നാൽ പിന്നെ ഇപ്പോ ഏതെങ്കിലും ഒരു പ്രതിക്ക് പരോൾ കൊടുക്കുന്നത് ഇപ്പോഴത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണ് എന്ന് അങ്ങ് എങ്ങനെയാണ് പറയുക? ആരാണ് സാർ ഈ ലഹരിക്കടത്തിന്റെ ആളുകൾ? സാർ ഈ അടുത്ത് 2024 ഒക്ടോബറിൽ പ്രമാദമായ ഒരു ലഹരി വേട്ട ഡൽഹിയിൽ നടന്നു. ഡൽഹിയും കേരളത്തെ പോലെ ലഹരിക്ക് അടിപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമായി മാറിയിരിക്കുകയാണ്. 2024 ഒക്ടോബറിൽ പ്രമാദമായ ആ ലഹരി വേട്ടയിൽ 5600 കോടിയുടെ മയക്കുമരുന്നാണ് പിടികൂടിയത്. സാർ, കേസിൽ പിടികൂടിയ തുഷാർ ഗോയൽ, ഡിക്കി ഗോയൽ എന്ന് വിളിക്കുന്ന, മാങ്കൂട്ടത്തിന് അറിയാമായിരിക്കും അദ്ദേഹത്തെ, ആരാണ് എന്നറിഞ്ഞാൽ ഈ സഭ ഞെട്ടിപ്പോകും സാർ. ഈ തുഷാർ ഗോയൽ കോൺഗ്രസിന്റെ വേണ്ടപ്പെട്ട കക്ഷിയാണ്. ഡൽഹി യൂത്ത് കോൺഗ്രസ് RTI വിഭാഗം മേധാവിയാണ് അദ്ദേഹം. 2022 മാർച്ച് 24 ഈ പദവിയിൽ തുഷാർ ഗോയലിനെ നിയമിച്ചത്. അദ്ദേഹവും KC വേണുഗോപാലും തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ കാണണോ നിങ്ങൾക്ക്? ഇതാ തുഷാർ ഗോയലും KC വേണുഗോപാലും ഇരട്ട സഹോദരങ്ങളെ പോലെ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയാണിത്. ഉണ്ടായിട്ടും എന്നിട്ട് ഇവിടെ വന്ന് എന്തൊരു പ്രസംഗമാണ് നടത്തുന്നത്? സാർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മദ്യഷോപ്പുകളുള്ള എത്ര ആളുകൾ ഇപ്പുറത്തിരിക്കുന്നുണ്ട്, അപ്പുറത്തിരിക്കുന്നുണ്ട്? അത് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. മദ്യഷോപ്പുകളുള്ള ഒരു MPയും CPIM-നോ ഇടതുപക്ഷ കക്ഷികൾക്കോ ഇല്ല. ബാർ ഹോട്ടലുകളുള്ള ഒരു MLA-യും ഇവിടെ ഇരിക്കുന്നില്ല, അവിടെ ഇരിക്കുന്നില്ല. നിങ്ങളുടെ MLA-മാർക്കിടയിൽ ബാർ ഹോട്ടലുകളില്ലാത്ത ആളുകളുണ്ട്. ബാർ ഹോട്ടലുകൾ ഇല്ല ആർക്കുമെന്ന് ശഠിച്ചു പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? ഞങ്ങളുടെ MP-മാർക്കിടയിൽ ആർക്കും ബാർ ഹോട്ടലുകളില്ല എന്ന് ഇവിടെ ഈ സഭയിൽ പറയാൻ സാധിക്കുമോ? ബഹുമാനപ്പെട്ട മിസ്റ്റർ ഒപ്പോസിഷൻ ലീഡർ, അങ്ങയോട് ഞാൻ ചോദിക്കുന്നു. മിസ്റ്റർ ഒപ്പോസിഷൻ ലീഡർ, അങ്ങയോട് ഞാൻ ചോദിക്കുന്നു, എന്നെങ്കിലും UDF അധികാരത്തിൽ വന്നാൽ ഈ കേരള സംസ്ഥാനത്ത് മദ്യം പൂർണ്ണമായും ഞങ്ങൾ നിരോധിക്കും എന്ന് അങ്ങേക്ക് ഈ സഭയിൽ പറയാനുള്ള ധൈര്യവും അങ്ങ് പറ. അങ്ങയുടെ മറുപടി, ഞങ്ങൾ എല്ലാ മദ്യഷോപ്പുകളും എല്ലാ ബാർ ഹോട്ടലുകളും അടച്ചുപൂട്ടും, കേരളത്തെ ഒരു സമ്പൂർണ്ണ മദ്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുമെന്ന് പറയാൻ അങ്ങക്ക് കഴിയുമോ? ഈ നാടിന്റെ ടൂറിസം മേഖലയെ അതിൽ നിന്ന് മുക്തമാക്കും എന്ന് പറയാൻ സാർ, ഈ